aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും പാപവഴികൾക്കും അടിമയായി തീർന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തില് ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു, തകർന്ന ഒരു കുടുംബത്തെ ദൈവം എങ്ങനെ പുനരുദ്ധരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇന്നത്തെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. സമാന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരുടെ ജീവിതത്തിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു അത്ഭുത സാക്ഷ്യമാണ് നാം കേൾക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ സഹോദരൻ ജെയിൻ തോമസ് തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. നാം ഒരു ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ജെയിൻ തോമസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളും. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ പ്രഭാതത്തെ അരോമ ടി വിയില് ഒരു സാക്ഷ്യം പറയാൻ അവസരം തന്ന അരോമ ടി വിയോടും എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന ഓരോ ശ്രോതാക്കളോടും നന്ദിയോടെ ദൈവനാമം മഹത്വത്തിന് കാരണമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് എത്തിക്കുന്നു. എന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് ജെയിൻ തോമസ്. ഞാൻ താമസിക്കുന്നത് തൊടുപുഴയ്ക്ക് അടുത്ത് തെക്കുംഭാഗം എന്ന സ്ഥലത്താണ്. വളരെ തകർന്ന ഒരു കുടുംബ പശ്ചാത്തലമാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം. എൻ്റെ മാതാവിനും പിതാവിനും ഞങ്ങൾ 10 മക്കളാണ്. 10 മക്കളിൽ 10ാമനാണ്. ഏറ്റവും ഇളയ മകനാണ് ഞാൻ. എൻ്റെ ചേട്ടന്മാര്, ഞങ്ങൾ സഹോദരങ്ങൾ 8 പേരും 2 സഹോദരിമാരും. 10 മക്കളിൽ 8 ആണ്, 2 പെണ്ണ്. ജീവിത പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ പിതാവ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനും തേഞ്ഞും മദ്യത്തിനും കഞ്ചാവിനും അടിമയായിരുന്നു. അതുകൊണ്ട് ബാല്യം മുതലേ ഒരു തകർന്ന കുടുംബ പശ്ചാത്തലമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ മദ്യത്തിനും മയക്കുമരുന്നൊക്കെ അടിമപ്പെടുവാൻ ഇടയായി. 3 വയസ്സിൽ എൻ്റെ പിതാവ് തന്നെ എനിക്ക് മദ്യം ഊറ്റിത്തരികയും അങ്ങനെ 3 വയസ്സിൽ മദ്യപാനം ആരംഭിക്കുകയും 6ലും 7ലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ തികച്ചും കഞ്ചാവിന് അടിമയായി. അങ്ങനെ ഒരു തകർന്ന കുടുംബ പശ്ചാത്തലമാണ്. വളരെ വലിയ പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ്. 3 വീട്ടുപേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. കോടമുള്ളി, പോത്തനാമൊഴി, പുതൂര്. അതില് 2 മെത്രാനും 14 അച്ഛന്മാരും 32 സിസ്റ്റേഴ്സുമുള്ള വലിയൊരു ഫാമിലിയാണ്. 200 ചുരുവാനും കുടുംബങ്ങൾ ഉണ്ട്. ആണ്ടുതോറും കുടുംബയോഗവും മറ്റ് എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു വലിയൊരു കുടുംബത്തില്, എന്നാൽ തികച്ചും ദൈവാശ്രയമോ ദൈവഭയവും ഇല്ലാതെ വളർന്ന ഒരു കുടുംബ പശ്ചാത്തലമാണ്. പിതാവ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും രാഷ്ട്രീയ പ്രവർത്തനമായതുകൊണ്ട് ദൈവഭയം ഞങ്ങൾക്കില്ലായിരുന്നു. പള്ളിയിലൊക്കെ പോകുന്നുവെങ്കിലും ദൈവത്തെ കുറിച്ചൊരു ഭയം പോലും ഇല്ലാത്ത എല്ലാ തകർന്ന ഒരു സാഹചര്യമായിരുന്നു. എൻ്റെ ജനനം 1975 സെപ്റ്റംബർ 15-ാം തീയതിയാണ് ജനിക്കുന്നത്. എൻ്റെ ജനനത്തിന് തൊട്ടു മുൻപേ വലിയൊരു അനർത്ഥം എൻ്റെ ഭവനത്തിലുണ്ടായി. എൻ്റെ പിതാവ് രണ്ടാമത്തെ ചേട്ടനെ ഉപദ്രവിക്കുകയും അത് മുഖാന്തരം രണ്ടാമത്തെ ചേട്ടൻ ആസിഡ് കുടിച്ച് മരിക്കുവാനും ഇടയായി. ഞങ്ങൾ 8 മക്കളില് 10 മക്കളില് 5 പേര്, പകുതി 4 ആണും 1 പെണ്ണും ആത്മഹത്യ ചെയ്തു. അതിന് ആദ്യത്തെ ആത്മഹത്യ എൻ്റെ അമ്മ എന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, 9 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ, കുറുവച്ചൻ എന്നാണ് പേര്, ആസിഡ് കുടിച്ച് മരിച്ചു. ആസിഡ് കുടിച്ച് പെരയ്ക്ക് ചുറ്റും ചേട്ടൻ ഓടിയപ്പോൾ എൻ്റെ അമ്മ പിതാവിനോട് ബഹളം വെച്ചു, മകനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പക്ഷെ പിതാവ് അതിന് തയ്യാറായി.
കാരണം കഞ്ചാവിന് അടിമയായിരുന്നു. അതുകൊണ്ട് മദ്യത്തിനും കഞ്ചാവിനും അടിമയായതുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകാനോ മറ്റാരും കൊണ്ടുപോകാനോ സമ്മതിക്കാതെ അങ്ങനെ ആ മുറ്റത്ത് കിടന്ന് തന്നെ ചേട്ടൻ മരിക്കുകയും, അപ്പൊ അമ്മ ബഹളം വെച്ചപ്പോ അമ്മയുടെ വായിൽ പനാമ്പർ പിതാവ് ഒഴിച്ചു കൊടുക്കുകയും ഇടയായി. പക്ഷെ ദൈവം എന്നെ കണ്ടതുകൊണ്ട്, ദൈവത്തിന് എന്നെ ആവശ്യമുള്ളത് അന്നേ ദൈവം വിടുവിച്ചു. അതിലൊരു തുള്ളിയെങ്കിലും എൻ്റെ മാതാവിന്റെ ഉള്ളിൽ പോയിരുന്നുവെങ്കിൽ മാതാവ് കാണുന്നത് ഞാൻ കാണുന്നത്. പക്ഷെ ദൈവം ഞങ്ങളെ എന്നെ വിടുവിച്ചു. ദൈവം സൗഖ്യ ആ വലിയ അനർത്ഥത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. അങ്ങനെ പിന്നീട് ഞാൻ ജനിക്കുവാനും ഇടയായി. എൻ്റെ ജനനം മുതല് എൻ്റെ മാതാവ് എപ്പോഴും പറയുമായിരുന്നു, നിന്റെ തല കണ്ട അന്ന് മുതലാണ് ഈ കുടുംബത്തിന് ശാപം വന്നത്, അന്ന് മുതൽ എൻ്റെ കഷ്ടകാലമായിരുന്നു എന്നും പറയുമായിരുന്നു. അങ്ങനെ ഞാന് ജനിച്ചു വളർത്തപ്പെട്ടു. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ വീണ്ടും പിതാവ് മദ്യം ഊറ്റി തന്നു. ഞങ്ങളെ സഹോദരങ്ങൾക്കെല്ലാവർക്കും മദ്യം തന്നു. അന്ന് ചാരായമായിരുന്നു. അങ്ങനെ പിതാവ് ഊറ്റി തന്ന ചാരായം കുടിച്ചാണ് ആദ്യമേ മദ്യപാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ എനിക്ക് 8 വയസ്സുള്ള എൻ്റെ അപ്പച്ചൻ്റെ വകയിലൊരു ചേട്ടൻ, പിതാവിൻ്റെ ചേട്ടൻ, ഞങ്ങളുടെ പെരയ്ക്ക് തീ വെക്കുവാനിടയായി. അന്ന് ഞങ്ങള് 5 സഹോദരങ്ങള് വീട്ടില് മദ്യപിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് പാതിരാത്രി സമയമായപ്പോൾ അപ്പച്ചൻ്റെ സഹോദരൻ പെരയ്ക്ക് മുകളിൽ മണ്ണിൽ വെച്ച് തീ കൊടുക്കുവാനിടയായി. അന്നും ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. ഞങ്ങൾ 5 ജീവനും ആപത്തും വരാതെ വീട്ടിലുള്ള വസ്തുക്കൾ 3 വർഷത്തെ ആദായം മുഴുവനും നശിക്കുവാനിടയായി. ദൈവകൃപയാൽ ഞങ്ങൾക്ക് സഹോദരങ്ങൾക്കും ഒരാപത്തും വരാതെ ദൈവം വിടുവിച്ചു. എൻ്റെ 8ാമത്തെ വയസ്സിലാണ് രണ്ടാമത് എൻ്റെ വീട്ടിൽ അനർത്ഥം ഉണ്ടാകുന്നത്. പിതാവ് ഞങ്ങൾക്ക് മദ്യം തന്നേച്ച് പിതാവ് കുളിക്കാൻ പോയ സമയത്ത് പിതാവിന്റെ വകയിലൊരു ചേട്ടൻ പേരവൻ ഞങ്ങളുടെ പെരയ്ക്ക് പെരയുടെ മുകളിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തു. അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന വസ്തുവകകളെല്ലാം 3 വർഷത്തെ ആദായം, കുരുമുളക്, കാപ്പിക്കുരു, കശുവണ്ടി, നെല്ല്, ഇതെല്ലാം ഉണ്ടായിരുന്നു. 3 വർഷത്തെ ആദായം ഒരുക്കൂട്ടി വെച്ച് അത് മുഴുവനും കത്തി നശിച്ചു പോകുവാനിടയായി. അന്ന് ഞങ്ങൾ ഭവനത്തിലെ 5 പേര്, ഇളയ 5 സഹോദരന്മാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും ഒരാപത്തും വരാതെ ദൈവം ഞങ്ങളെ രക്ഷിച്ചു. അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ 4ാമത്തെ സഹോദരി പെങ്ങള് പനാമ്പർ കഴിച്ചു മരിക്കുവാൻ ഇടയായി. പെങ്ങളുടെ മരണത്തോടു കൂടി തൊട്ടനിയത്തിയും പനാമ്പർ എടുത്ത് കഴിക്കുവാൻ ശ്രമിച്ചു, എങ്കിലും നടന്നില്ല. ആരോ പനാമ്പർ പിടിച്ചു മേടിച്ചുകൊണ്ട് പോകുവാൻ ഇടയായി. അങ്ങനെ ആ പെങ്ങള് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. പെങ്ങളുടെ വിവാഹം കഴിഞ്ഞു, 2 മക്കളുണ്ട്. അവര് തൃശ്ശൂര് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചു. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആരെയും വകവയ്ക്കാത്ത ഒരു കാലഘട്ടമാണ്. എന്ത് കൊള്ളരുതായ്മ ചെയ്താലും ഭവനത്തിൽ നിന്ന്, പിതാവിൽ നിന്ന് ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ സ്കൂളിൽ പോകുമ്പോഴും മദ്യവും കഞ്ചാവും ഉപയോഗിക്കുമായിരുന്നു. 6ലും 7ലൊക്കെ പഠിക്കുമ്പോൾ തികച്ചും ഞാൻ കഞ്ചാവിന് അടിമയായി. ഉച്ചയ്ക്കത്തെ എൻ്റെ ഭക്ഷണം ഒരു ബീഡി കഞ്ചാവായിരുന്നു. അങ്ങനെ കഞ്ചാവിന് അടിമയായി. വീട്ടില് പിതാവ് കഞ്ചാവ് കൃഷി ഉള്ളത് കൊണ്ട് ഇഷ്ടംപോലെ കഞ്ചാവ് സുലഭമായി ലഭിക്കുമായിരുന്നു. പണം കൊടുക്കാതെ തന്നെ ഞങ്ങൾക്ക് കഞ്ചാവ് ഉപയോഗിക്കാമായിരുന്നു. അങ്ങനെ ഞാൻ ഈ കഞ്ചാവുമായി സ്കൂളിൽ പോവുകയും എൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരെ ഈ കഞ്ചാവ് വലിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അതിൽ പലരും ഇന്ന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ആത്മഹത്യ മൂലം പല കൂട്ടുകാരും 3-4 കൂട്ടുകാര് കഞ്ചാവിന് അടിമയായി. അവര് ആത്മഹത്യ ചെയ്യുവാൻ ഇടയായി. വീണ്ടും അങ്ങനെ തുടർന്നു. 7ാം ക്ലാസ്സിലോടുകൂടി എൻ്റെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. പിന്നെ തുടർന്ന് പഠിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ വളർന്നു.
കഴിഞ്ഞ 2000-ല് 98-ല് 93-ല് ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി. രക്ഷിക്കപ്പെടുവാൻ ഇടയായെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അയൽവക്കക്കാരുമായിട്ട് ഒരു വഴിത്തർക്കം കേസുമായി. അങ്ങനെ ആ കേസ് മൂർച്ഛിച്ചു. അങ്ങനെ അവര് ശത്രുതാ മനോഭാവത്തിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ധ്യാനം കൂടുവാൻ ഒരു അവസരം ലഭിച്ചു. ആ ധ്യാനത്തില് ഒരാഴ്ചത്തെ ധ്യാനമായിരുന്നു. കേഴുമട്ടത്തായിരുന്നു, തൊടുപുഴയ്ക്കടുത്ത് കേഴുമട്ടത്തായിരുന്നു. അവിടെ ധ്യാനിപ്പിച്ച ധ്യാന ഗുരു ഒരു അച്ഛനായിരുന്നു. അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം. അങ്ങനെ ആ ധ്യാനത്തിൽ ഇരുന്ന സമയത്ത് തന്നെ ശത്രുക്കളോട് ക്ഷമിക്കുവാനും അവരോട് ഒരു ക്ഷമ ചോദിക്കുവാനും, നിങ്ങൾ ഇവിടുന്ന് പോയാൽ ക്ഷമ ചോദിക്കില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ വെച്ച് ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഒരു ലെറ്റർ എഴുതുവാൻ ഇടയായി. ആ ലെറ്റർ ഞാൻ ധ്യാനം കഴിഞ്ഞ് വന്നത് ഈ ഒരു പിതാവായിരുന്നു കയ്യിലുള്ള പിതാവിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുവാൻ ഇടയായി. അങ്ങനെ ആ പിതാവ്, അവര് CSIക്കാരായിരുന്നു. അവരുടെ ഇടവകയിലെ ഒരു അച്ഛൻ ഒരു ധ്യാന ഗുരുവായിരുന്നു. കൺവെൻഷൻ പ്രസംഗകനാണ്, നല്ല പാട്ടുകാരനാണ്. അങ്ങനെ ഈ പിതാവ് പിന്നീട് എന്നെ എല്ലാ ദിവസവും അവരുടെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുവാനിടയായി. എല്ലാ ബുധനാഴ്ചയായിരുന്നു അവർ പ്രാർത്ഥന. പക്ഷെ ഞാൻ പോകാതെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നു. ഒരു സുപ്രഭാതത്തില് പിതാവിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ സമ്മതിച്ചു, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായി ആ കൂട്ടായ്മയ്ക്ക് കടന്നു പോകാൻ അവിടെ വെച്ചാണ് 93-ല് രക്ഷിക്കപ്പെടുവാൻ ഇടയായി. അങ്ങനെ അന്ന് തൊട്ട് ദൈവത്തെ അറിയുവാനും യേശുക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കാനും ഇടയായി. ആ കൂട്ടായ്മയിലാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 98-ലാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. വിവാഹം കഴിഞ്ഞു. എനിക്ക് 99-ല് മൂത്ത മോൻ ജനിച്ചു. അങ്ങനെ സന്തോഷമായി ഇരിക്കുന്ന സമയത്ത് അപ്രതീക്ഷമായി എൻ്റെ ഭവനത്തിൽ വീണ്ടും അനർത്ഥം കടന്നു വരുവാൻ ഇടയായി. കഴിഞ്ഞ 2000-ല് എൻ്റെ തൊട്ടു മൂത്തവന്റെ മൂത്ത ചേട്ടൻ ആസിഡ് കുടിച്ച് മരിക്കുവാൻ ഇടയായി. അവന്റെ മരണത്തോടു കൂടി അമ്മയ്ക്ക് അറ്റാക്ക് വന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ അമ്മ അറ്റാക്ക് വന്ന് മരിക്കുവാൻ ഇടയായി. അമ്മയുടെ മരണത്തോടു കൂടി എൻ്റെ തൊട്ടു മൂത്ത ചേട്ടൻ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി. അവൻ എങ്ങോട്ടാ പോയെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്നാൽ ഈ ചേട്ടൻ മരിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു. ഈ ചേട്ടൻ മരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ 10 ദിവസം ഉപവാസത്തോടുകൂടെ ഇരുന്നു. ഞാനും ഭാര്യയും 10 ദിവസം ഭക്ഷണമെല്ലാം ഉപേക്ഷിച്ച് ഉപവാസം ഇരുന്നു. ആ ഉപവാസത്തിന്റെ സമയത്ത് 3-ാമത്തെ ദിവസം ദൈവം എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ദർശനം തന്നു. എൻ്റെ സഹോദരൻ മരിച്ചു കഴിഞ്ഞു. കാരണം അവൻ വീട്ടിൽ നിന്ന് പോയി കുറെ ദിവസങ്ങൾ കഴിഞ്ഞാണ് ഞങ്ങൾ ഉപവാസം ഇരുന്നത്. പക്ഷെ അവൻ ആ പോയ പോക്കിൽ തന്നെ മരിക്കുവാൻ ഇടയായി. അവൻ കുരുടാൻ കഴിച്ച് മരിച്ചു. അത് കഴിഞ്ഞ് 10 ദിവസം ഞാൻ ഉപവാസം കഴിഞ്ഞു. വീട്ടിൽ വരുമ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത, എൻ്റെ പിതാവിന്റെ എൻ്റെ സഹോദരന്റെ ശവം അങ്ങ് വനത്തില് കിടപ്പുണ്ടായിരുന്നു. ഞാനും വേറൊരു സഹോദരനും കൂടെ കൂടി കടന്നു ചെന്നു. അന്ന് ദൈവം എനിക്ക് തന്ന ദർശനത്തിലുള്ള ആ ഡ്രസ്സായിരുന്നു അവൻ ധരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ ഡ്രസ്സ് കണ്ടാണ് എൻ്റെ സഹോദരനാണെന്ന് തിരിച്ചറിയുവാൻ ഇടയായത്. അങ്ങനെ അവിടെ നിന്ന് മടങ്ങി വന്നു. അന്ന് വൈകുന്നേരം 6 മണി, രാവിലെ 6 മണി സമയത്താണ് ഞങ്ങൾ ഒരു ശവം കാണുന്നത്. 6 മണി 8 മണിയോടുകൂടി. വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് ശവം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊടുത്തു വിടുവാൻ ഇടയായി. അന്ന് ഞാനും ഈ എൻ്റെ കൂടെ വന്ന അയലോകത്തുള്ള ജോണി എന്ന സഹോദരൻ കൂടിയാണ് ഈ ജഡം എടുത്തത്. മണം കാരണം ചീഞ്ഞ ശവം, 16 ദിവസം പഴക്കമുള്ള ആ ജഡം നല്ല സ്മെല്ലായിരുന്നു. അതുകൊണ്ട് ആർക്കും അങ്ങോട്ട് അടുക്കുവാൻ കഴിഞ്ഞില്ല. എൻ്റെ കൂടെയുള്ള സഹോദരൻ ജോണി, അവൻ തികച്ചും ഒരു മദ്യപാനിയായിരുന്നു, മദ്യത്തിന് അടിമയായിരുന്നു. അവൻ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ മദ്യപിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ജഡം എടുക്കുവാനിടയായി. ജോണി കാലയിൽ പിടിച്ചു, ഞാൻ കയ്യിൽ പിടിച്ചു. കൈ രണ്ടും പറഞ്ഞു പോരുവാനിടയായി. പിന്നെ ഞാൻ തോളോടുകൂടി ഞാൻ എടുത്ത് പായ്ക്കകത്ത് പൊതിഞ്ഞു കെട്ടി കൊടുത്തു വിടുവാനിടയായി. ആ എടുത്ത സമയത്ത് പുഴുക്കള് എൻ്റെ കയ്യിൽ കയറുവാനും ഇടയായി.
അങ്ങനെ ഞാൻ വീട്ടിൽ കടന്നു വന്നു. വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി വീട്ടിൽ കടന്നു വന്നു. കഴിഞ്ഞ 10 ദിവസം ഉപവാസത്തോടുകൂടി ആയിരുന്നു. ആ ഉപവാസം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് ഈ ശവം കിട്ടുന്നത്. അന്ന് വൈകുന്നേരമാണ് ഞാൻ ഭക്ഷണം എടുത്തപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്റെ കയ്യെ കൂടെ കയറിയ ആ പുഴു. ആ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കുവാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് 1 മാസത്തോളം ഒരു ഭക്ഷണവും കഴിക്കാതെ പാല് ചായ മാത്രം കുടിച്ച് ഞാൻ 1 മാസത്തോളം കഴിഞ്ഞു. ആ സമയത്ത് എന്റെ സമനില തീർത്തും തെറ്റിപ്പോകുവാനിടയായി. കാരണം ദൈവം എന്നൊരു ശക്തി ഇല്ല, ദൈവത്തിന് കഴിവില്ല, പിശാചാണ് ഈ ഭൂമിയെ ഭരിക്കുന്നത് എന്ന്. കാരണം എന്റെ സഹോദരൻ മരിക്കാതിരിക്കാൻ വേണ്ടി 10 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു, പക്ഷെ ഫലം കണ്ടില്ല. അപ്പൊ ദൈവത്തിന് കഴിവില്ല, പിശാചിനാണ് കഴിവ്. ഞാനും മരിക്കുക എന്ന് പറഞ്ഞു 1/2 കിലോ കുരുടാൻ പോയി മേടിച്ചുകൊണ്ട് വരുവാൻ ഇടയായി. ഞാൻ കഴിക്കുക എന്ന് പറഞ്ഞ ഭാര്യയും കഴിക്കാൻ തയ്യാറായി. പക്ഷെ എന്റെ മൂത്ത മകന് അന്ന് 10 മാസം പ്രായം. അവന്റെ വായിൽ ഈ കുരുടാൻ ഇട്ട് കൊടുക്കാനുള്ള കെൽപ്പില്ലാത്തത് കൊണ്ട് 1 മാസത്തോളം ആ കുരുട വീട്ടിലെ അലമാരിക്കകത്തിരിക്കുവാൻ ഇടയായി. എന്നെ കേൾക്കുന്ന പ്രിയരെ, എല്ലാം നഷ്ടപ്പെട്ടു. സാമ്പത്തികമായും കുടുംബത്തിൽ സ്വസ്ഥതയില്ല, തുടർമാനമായ മരണങ്ങൾ. എന്റെ ചേട്ടൻ മരിച്ചു, അതിന്റെ പുറമെ അമ്മ അറ്റാക്ക് മരിക്കുന്നു. അമ്മ മരിച്ചതിന്റെ 45-ാം പൊക്കം എന്റെ തൊട്ടു മൂത്ത ചേട്ടൻ കുരുടാൻ കഴിച്ച് മരിക്കുന്നു. അവൻ മരിച്ചതിന്റെ 20-ാം പൊക്കം 20-ാമത്തെ ദിവസം മൂത്ത ചേട്ടൻ തൂങ്ങി മരിക്കുന്നു. അപ്പൊ ദൈവത്തിനൊരു കഴിവുമില്ല. ഒരു കുടുംബത്തിൽ തന്നെ 4 മരണം, 3 ആത്മഹത്യയും, 1 അറ്റാക്കും. അപ്പോൾ ഞാൻ നിശ്ചയിച്ചു, ഞാൻ ഉറപ്പിച്ചു, ഇനി എനിക്കൊരു ജീവിതമില്ല. ഒരു സൈഡിൽ കടഭാരം, മറു സൈഡിൽ കുടുംബ പ്രശ്നം, അങ്ങനെ എല്ലാ വഴികളും അടഞ്ഞു. അപ്പോൾ എന്റെ മുന്നിലുള്ള ഒരേ ഒരു വഴി ആത്മഹത്യയായിരുന്നു. പക്ഷെ മോനായിരുന്നു അന്ന് എനിക്ക് താമസം. അന്ന് ആര് സുവിശേഷം പറഞ്ഞാലും ഒരു സമാധാനം പറഞ്ഞാലും ഉൾക്കൊള്ളാനുള്ള മാനസിക അവസ്ഥയല്ലായിരുന്നു എന്റേത്. തികച്ചും ഞാൻ ഒരു മാനസിക രോഗിയായി, ഒരു ഭ്രാന്തൻ ആയ അവസ്ഥയിലായിരുന്നു. ഭക്ഷണമില്ല, 1 മാസത്തോളം ഭക്ഷണമില്ല, ഉറക്കമില്ല, സ്വസ്ഥതയില്ല, സമാധാനം, എല്ലാം നശിച്ച അവസ്ഥ. അന്ന് ദൈവം എങ്കിലും ഞാൻ വചനം വായിക്കുമായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തെ തള്ളി പറഞ്ഞു എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്ന ആ ശീലം എനിക്കുണ്ടായിരുന്നു. ഞാൻ അന്ന് വചനം വായിച്ച് ധ്യാനിച്ച് ഒരു മണിക്കൂറോളം പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ അന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ ആ പ്രാർത്ഥനാ മധ്യത്തില് ദൈവം നേരിട്ട് എന്നോട് ഇടപെടുവാനിടയായി, എന്നെ വിളിക്കുവാനിടയായി. മകനെ എന്ന് വിളിച്ചു. 2 വട്ടം വിളിച്ചു, ഞാൻ അത് ശ്രദ്ധിച്ചില്ല. 3ാമത് ജയിനെ മോനെ എന്ന് വിളിച്ചു. ആ വിളിയില് എനിക്ക് ബോധ്യമായി ദൈവം എന്നോട് സംസാരിക്കുന്നു. പക്ഷെ ഞാൻ ദൈവത്തോട് നല്ല കലിപ്പിൽ തന്നെ ഇടപെടുവാനിടയായി. ദൈവം എന്നെ വിളിച്ചത് ഇങ്ങനെയാണ്: ജയിനെ മോനെ, നീ എന്നെ അനുസരിച്ചാൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരാം. അപ്പോൾ ഞാൻ എടുത്തുവായ ദൈവത്തോട് ചോദിച്ചു, എന്റെ അമ്മയെ തരുമോ? ദൈവം പറഞ്ഞു, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ മടക്കി തരും. അന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. വീണ്ടും ദൈവം എന്നോട് സംസാരിച്ചു, നീ കടന്നു ചെല്ലുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടും, ദേശം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ എനിക്ക് ഇച്ചിരിയോടെ കലിപ്പ് കൂടുകയുണ്ടായി. കാരണം എനിക്കോ എന്റെ ഭവനത്തിനോ ഒരനുഗ്രഹവും ഇല്ല. ഞാൻ കടന്നു ചെല്ലുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടും, അതുകൊണ്ട് എന്ത് കാര്യം? ഞാൻ ദൈവത്തോട് ചോദിച്ചു, എനിക്കില്ലാത്ത അനുഗ്രഹം മറ്റുള്ളവർക്ക് കിട്ടിയിട്ട് എനിക്കെന്ത് കാര്യം? അന്നേരമാണ് ദൈവം വീണ്ടും പറഞ്ഞു, മകനെ, നീ എന്നെ അനുസരിച്ചാൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരും. നിനക്ക് എന്ത് നഷ്ടപ്പെട്ടോ അത് മടക്കി തരും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ സഹോദരങ്ങളെ എനിക്ക് നഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് എന്റെ സഹോദരൻ മരിക്കാതിരിക്കാൻ ഞാൻ ദിവസം പ്രാർത്ഥിച്ചിട്ട് അവന്റെ ജീവനെ നീ എടുക്കുക? അന്നേരം ദൈവം എന്നോട് പറഞ്ഞു, അവർ എന്നെ അനുസരിച്ചില്ല. നീ എന്നെ അനുസരിച്ചാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരും. അന്ന് അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് ഞാൻ തികച്ചും അറിയുന്നു, എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഓരോന്നോരോന്നായി ദൈവം മടക്കി തന്നുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, നഷ്ടപ്പെട്ട സ്ഥാനത്ത് ഇന്ന് അനേക സഹോദരങ്ങളെ, ദൈവ സഹോദരങ്ങളെ
യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടും ജനനം പ്രാപിച്ച സഹോദരങ്ങളെ ദൈവം തരുന്നു. ഇന്നും ആ ദൈവിക സമാധാനം ഞങ്ങൾ ഏതെല്ലാം ഭവനങ്ങളിൽ, എത്രയൊക്കെ തകർന്ന ഭവനങ്ങളിൽ ഞങ്ങൾ കടന്നു ചെല്ലുന്നു, ആ ഭവനങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ ഇടയായി. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ മുന്നോട്ട് പോയി. 2002 എനിക്ക് രണ്ടാമത്തെ മോള് ജനിച്ചു. 2002 മൂന്നാമത്തെ മോള് ജനിക്കുവാനിടയായി. അങ്ങനെ മൂന്നാമത്തെ മോള് ജനിച്ച സമയത്ത് എൻ്റെ ഭാര്യയുടെ വായില് ക്യാൻസർ വരുവാനിടയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാം തകർന്ന്, സാമ്പത്തികമായി എല്ലാം നഷ്ടപ്പെട്ട സമയമായിരുന്നു. മോള് ജനിച്ചു. പ്രസവത്തോടനുബന്ധിച്ച 3 പ്രസവവും ഓപ്പറേഷൻ ആയിരുന്നു. വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞ് അടുത്ത ഓപ്പറേഷൻ ആണ്. പക്ഷെ 4 വർഷം കൊണ്ട് 3 ഓപ്പറേഷൻ കഴിഞ്ഞു. ആ സമയത്ത് ഒരു കരിസ്മാറ്റിക് പ്രവാചകി പ്രവചിച്ചായിരുന്നു എൻ്റെ ഭാര്യ മരിക്കുമെന്ന്. വീണ്ടും ഞാനൊരു വിവാഹം കഴിക്കും, അതേ നിലനിൽക്കുള്ളൂ എന്നൊരു പ്രവചനം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആയി. 4ാമത്തെ വർഷമാണ്. പ്രവചനം കിടക്കുന്നത് 3ാമത്തെ വർഷം മരിക്കുമെന്ന്, പക്ഷെ 4ാമത്തെ വർഷമാണ്. അപ്പൊ ഞങ്ങൾ ഉറപ്പിച്ചു ഭാര്യ മരിക്കുമെന്ന്. ചികിത്സിക്കാൻ ഒരു മാർഗവുമില്ല, സാമ്പത്തികമില്ല. അപ്പൊ മരണം മുഖാമുഖം കണ്ടു. ഭാര്യ പലപ്പോഴും എന്നോട് ചോദിക്കും, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന്. അത് കൂടെ കൂടെ ആവർത്തിക്കുവാനിടയായി. കാരണം ഞങ്ങളുടെ മുന്നിൽ മരണമാണ്, ഭാര്യ മരിക്കും, ക്യാൻസർ ആണല്ലോ. ഒപ്പം എൻ്റെ കുടുംബത്തില് ക്യാൻസർ വന്ന എൻ്റെ സഹോദരങ്ങള്, അപ്പച്ചന്റെ ചേട്ടന്റെ മക്കള് പലരും ക്യാൻസറാൽ മരിക്കുവാനിടയായി. അപ്പച്ചന്റെ മൂത്ത ചേട്ടന്റെ 2ാമത്തെ മകനും മരുമോളും ക്യാൻസർ വന്ന് മരിച്ചു. 2ാമത്തെ ചേട്ടന്റെ 2 ആൺമക്കള് ക്യാൻസർ വന്ന് മരിച്ചു. 3ാമത്തെ ചേട്ടന്റെ മരുമോള് ക്യാൻസർ വന്ന് മരിച്ചു. ആ സമയത്താണ് എൻ്റെ ഭാര്യയ്ക്കും ക്യാൻസർ. അങ്ങനെ പലരും ക്യാൻസറാൽ മരണപ്പെട്ട സമയത്ത് ഞങ്ങൾ ഉറപ്പിച്ചു, ഞങ്ങൾക്ക് ചികിത്സിക്കാൻ വശമില്ല, സാമ്പത്തികമില്ല. ഞങ്ങൾ അന്ന് വാടകയ്ക്ക് താമസിക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളുടെ മുന്നിൽ മരണമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളെ രക്ഷയിലേക്ക് നയിച്ച ചികിത്സയിലെ അച്ഛൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനിടയായി. ആ അച്ഛൻ CA ജോസഫ് എന്നാണ് എൻ്റെ പേര്. അച്ഛനൊരു നാടുകാണിയില് കുളമാവിനടുത്തൊരു അച്ഛന്റെ വീട്ടില് ഒരു ആരാധന ഉണ്ടായിരുന്നു. ആ ആരാധനയ്ക്ക് ഞങ്ങൾ കടന്നു പോകുവാനിടയായി. ഞങ്ങൾക്കൊരു ആശ്രയം, കർത്താവ് വിടുവിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ പ്രാർത്ഥിച്ചാൽ പല രോഗികളും സൗഖ്യമായത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു വിടുതൽ കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാനും ഭാര്യയും 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ ആ കൂട്ടായ്മയ്ക്ക് കടന്നുപോയി. ആ പ്രാർത്ഥനയുടെ മധ്യത്തില്, ആരാധനയുടെ മധ്യത്തില് ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ക്യാൻസറിന്റെ ദുരാത്മാവ് വിട്ടുപോകുന്നു പറഞ്ഞു കൈയെടുത്ത് എൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ വെക്കാൻ തുടങ്ങിയപ്പോൾ ഭാര്യ വെച്ചില്ല. വെക്കുന്നതിന് മുൻപ് തന്നെ ഭാര്യ ബോധം കിട്ട് വീഴുവാനിടയായി. അന്ന് ആ വീണ വീഴ്ചയില് അവളൊരു അബോധാവസ്ഥയിലായിരുന്നു. ആ അബോധാവസ്ഥയിൽ അവൾ ഒരു ദർശനം കണ്ടു. ഞങ്ങൾ 2 പേരും കൂടെ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുന്നു. അങ്ങനെ അന്ന് ഞങ്ങൾ 2002 അന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു സ്നാനപ്പെടുവാൻ. അതിനു മുമ്പ് പലവട്ടം വചനത്തിലൂടെ ദൈവം ഇടപെട്ടു സ്നാനപ്പെടണമെന്ന്. പക്ഷെ ഞാന് കത്തോലിക്ക സഭയിൽ ശിശുസ്നാനം ഉണ്ടായിരുന്നു. ഞാൻ എന്നെ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ കൊണ്ട് സ്നാനപ്പെടുത്തിയതാണ്. ഇനി വീണ്ടും ഒരു സ്നാനത്തിന്റെ ആവശ്യമില്ല എന്ന ഉള്ള ഉറച്ച ബോധ്യമായിരുന്നു. അങ്ങനെയെങ്കിൽ സഭയ്ക്കകത്ത് അത് സ്നാനം വരട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. സത്യം അറിഞ്ഞിട്ടും സ്നാനത്തിന് മറുതലിച്ച് നിന്നപ്പോൾ ദൈവസന്നിധിയിൽ വില കൊടുക്കേണ്ടി വന്നു. അങ്ങനെ വലിയ കഷ്ടത്തിലൂടെ വീണ്ടും കടന്നു പോകേണ്ടി വന്നു. വീണ്ടും ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ സ്നാനപ്പെടുവാൻ തയ്യാറായി. അങ്ങനെ 2003 സെപ്റ്റംബർ മാസത്തില് എനിക്കും ഭാര്യയ്ക്കും വേറെ 5 സഹോദരങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ ആറ്റിലിറങ്ങി
മുഴുകൽ സ്നാനം കൈക്കൊള്ളുവാനിടയായി. അന്നു മുതൽ എൻ്റെ ജീവിതം പാടെ മാറുവാനിടയായി. അതുവരെയും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ശാപത്തിന്റെ ഒരു കൂമ്പാരമായിരുന്നു എൻ്റെ കുടുംബം. പിതാവിന്റെ പാരമ്പര്യം ക്യാൻസറും അതുപോലെ തന്നെ മാനസിക രോഗവും. അതിൽ നിന്ന് ദൈവം വിടുവിച്ചു. മാതാവിന്റെ പാരമ്പര്യം അറ്റാക്ക്. മാതാവിന്റെ ആങ്ങള അറ്റാക്ക് വന്ന് മരിച്ചു. ആങ്ങളയുടെ 2 മക്കള് അറ്റാക്ക് വന്ന് മരിച്ചു. എൻ്റെ മാതാവ് അറ്റാക്ക് വന്ന് മരിച്ചു. എൻ്റെ ഇന്നിപ്പോ ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങളിൽ മൂത്ത സഹോദരൻ അറ്റാക്ക് വന്നു. 21 ലക്ഷം രൂപയോളം സെന്റ് മേരീസ് ആശുപത്രിയിൽ മുടക്കുവാനിടയായി. ഇന്നും മരുന്നേലാണ്. ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, മരുന്ന് കഴിക്കുന്നു. രണ്ടാമത്തെ സഹോദരൻ അറ്റാക്ക് വന്നിട്ട് 3 ലക്ഷം രൂപ ഇതേ ആശുപത്രി സെന്റ് മേരീസ് ആശുപത്രിയിൽ മുടക്കി ഇന്നും മരുന്നേൽ കഴിയുന്നു. എൻ്റെ പെങ്ങൾക്ക് അറ്റാക്ക് വന്നു, 1 ലക്ഷം രൂപ മുടക്കി. പെങ്ങളുടെ ഭർത്താവിന് അറ്റാക്ക് വന്നു. അവരും ഇന്നും മരുന്നേലാണ്. കഴിഞ്ഞ 2025 ഡിസംബർ 20-ാം തീയതി എനിക്കും അറ്റാക്ക് വന്നു. ദൈവകൃപയാൽ ദൈവം എന്നെ സൗഖ്യമാക്കി. അറ്റാക്ക് കഴിഞ്ഞാണ് ഞാൻ ആശുപത്രിയിൽ പോകുന്നത്. കാരണം കുഞ്ഞുങ്ങൾ 2 പേരും നേഴ്സിന് പഠിക്കുന്നത് കൊണ്ട് അവരുടെ നിർബന്ധത്താലാണ് ഞാൻ ആശുപത്രിയിൽ പോയത്. വചനം ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. നമ്മുടെ രോഗത്തെയും പാപത്തെയും ശാപത്തെയും അവൻ കാൽവരി ക്രൂശിൽ വഹിച്ചു. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ അത് വ്യക്തമായി അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നുവെങ്കിൽ മരുന്നിനെ ഞാൻ ആശ്രയിക്കുന്നത് ശരിയല്ല എന്ന് കണ്ട് ഞാൻ എൻ്റെ വിശ്വാസം കർത്താവിലായതുകൊണ്ട് ഞാൻ മരുന്നിൽ ആശ്രയിച്ചില്ല, ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവം എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കി. അറ്റാക്ക് 20-ാം തീയതി അറ്റാക്ക് കഴിഞ്ഞ് 21-ാം തീയതി ഞങ്ങള് സർക്കാർ ആശുപത്രിയിൽ പോവുകയും എൻ്റെ മോള് നിർബന്ധിച്ച് ഡോക്ടർ പല ടെസ്റ്റുകളും ഒക്കെ നടത്തുവാനിടയായി. ആ ECG എടുത്തപ്പോഴാണ് വേരിയേഷൻ കണ്ടു. അതിലാണ് എനിക്ക് അറ്റാക്ക് കഴിഞ്ഞു എന്ന് ഡോക്ടർ പറയുവാനിടയായി. വീണ്ടും 2-3 ചെക്കപ്പിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. അവിടെ ചെക്കപ്പ് കഴിഞ്ഞു. വീണ്ടും 2 ചെക്കപ്പോടെ നടത്തുവാൻ പറഞ്ഞു. അവിടെ അന്ന് അതിനുള്ള ഡേറ്റ് സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഫെബ്രുവരി 5-ാം തീയതി ആ ചെക്കപ്പ് ചെയ്യുവാൻ അവിടുന്ന് അയച്ചു. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് പിന്നീട് ആശുപത്രിയിലേക്ക് കടന്നുപോകാൻ ഇടയായി. അന്ന് തന്ന കുറച്ച് ഗുളികകൾ കഴിച്ചു. ബാക്കിയുള്ള ഗുളികകൾ ഇന്നും ഇവിടെ ഇരിപ്പുണ്ട്. കാരണം എനിക്കറിയാം ദൈവം എന്നെ സൗഖ്യമാക്കിയെങ്കിൽ പിന്നെ ഒരു മരുന്നിന്റെ ആവശ്യമില്ല. കാരണം ആ ശാപത്തിൽ നിന്ന് ദൈവം 1 പത്രോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിലും വ്യക്തമായിട്ട് പറയുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നത്. അങ്ങനെയെങ്കിൽ സൗഖ്യമാക്കിയെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നത് ഒരു മരുന്നും മേടിക്കാതെ സൗഖ്യമായെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്നു. വചനം ഇങ്ങനെ പറയുന്നു, ദൈവം അന്നും ഇന്നും എന്നും അനന്യൻ തന്നെ. അങ്ങനെയെങ്കിൽ ആദ്യ നൂറ്റാണ്ടിലെ യേശുക്രിസ്തുവിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നുവെങ്കിൽ ഇന്നും അതേ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. തികച്ചും നമ്മുടെ വിശ്വാസക്കുറവ് കൊണ്ടാണ് അത്ഭുതം നടക്കുന്നത്. നമ്മൾക്ക് ഉള്ള വിശ്വാസം മരുന്നിലാണ്. പെട്ടെന്ന് സാമ്പത്തികമുണ്ടെങ്കിൽ നമ്മൾ മരുന്നിലും ഡോക്ടർമാരിലും ആശ്രയിക്കുന്നു. എന്നാൽ വചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കാൻ. അങ്ങനെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു മുന്നോട്ട് പോകുന്നു. ഇന്ന് ദൈവം ഞങ്ങളെ കുടുംബമായി ദൈവം ഉപയോഗിക്കുന്നു. അനേകം മദ്യപാനികൾ കഴിഞ്ഞ 2015, 2016 കാലഘട്ടങ്ങളിൽ ഒരു ഉണർവ് ഞങ്ങളുടെ ദേശത്തുണ്ടായി. 6 കുടുംബങ്ങളിൽ നിന്ന് 6 മദ്യപാനികൾ മാനസാന്തരപ്പെടുവാൻ ഇടയായി. അതോടുകൂടെ ആ കുടുംബങ്ങളിൽ നിന്ന് 16 പേര് ഒന്നിച്ച് സ്നാനപ്പെടുവാൻ ഇടയായി. അങ്ങനെ 2017 ഒരു പറ്റം സഹോദരന്മാര് ഞങ്ങളൊരു ഹിന്ദുവിന്റെ ഭവനത്തിൽ പ്രാർത്ഥന നടത്തിയപ്പോൾ എന്നെ BJP-ക്കാര് തല്ലുവാനും ഇടയായി. 6 അടിയും ഒരു ചവിട്ടും എനിക്ക് ലഭിച്ചു. അന്ന് അവര് പറഞ്ഞു, 3 ദിവസം ജൈന നിനക്ക് ഈ ദേശത്ത് കഴിയുവാൻ അവസരമുണ്ട്,
3 ദിവസത്തിനുള്ളിൽ നിനക്ക് എന്തെങ്കിലും വിറ്റുപറക്കി പോകണമെങ്കിൽ ഈ ദേശത്ത് നിന്ന് വിറ്റുപറക്കി പോകണം, ഇല്ലെങ്കിൽ നിന്നെ ജീവനോടെ ചുട്ടുകളയുമെന്ന് അവർ പറയുവാനിടയായി. ഇന്ന് ഏതാണ്ട് 9 വർഷത്തോളമായി ഈ ദേശത്ത് തന്നെ ഞാൻ നിലനിൽക്കുന്നു. ഞാൻ ജനിച്ചു വളർന്ന ദേശമാണ് തിരുവനന്തപുരം. ഇവിടെയാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ഉറച്ചു തീരുമാനിച്ചു. ഞാൻ അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ 4 വട്ടം ആത്മഹത്യക്ക് ഒരുങ്ങിയത്. എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചു. ഇനി ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. നിങ്ങൾക്ക് കൊല്ലാമെങ്കിൽ കൊന്നു എന്ന് ഞാൻ അവരോട് പറയുവാനിടയായി. അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇന്ന് 9 വർഷമായി ഈ ദേശത്ത് നിന്ന് കർത്താവിന്റെ വേല ചെയ്യുന്നു. എന്റെ ഭവനത്തില് ഒരു ആരാധനയുണ്ട്. ഞങ്ങള് സ്വതന്ത്രമായി, ഞാൻ ഒരു കാര്യത്തോടെ പറയട്ടെ, ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് 75 ജനിച്ചു. 93 വരെയും കത്തോലിക്ക സഭയില് ജനിച്ചു വളർത്തപ്പെട്ടു. 93 CSI സഭയില് രക്ഷിക്കപ്പെടുവാനിടയായി. 2003 10 വർഷം കഴിഞ്ഞ് 2003 AG സഭയിലാണ് ഞാൻ സ്നാനം പെട്ടത്. 2006 2008 കാലഘട്ടം 2 വർഷം IPC സഭയില് വചനം പഠിക്കുവാനിടയായി. 2011 ഞാൻ ശുശ്രൂഷയ്ക്കായി ഒരു സ്വതന്ത്ര സഭയില്, എന്റെയും ഗോസ്പൽ ചർച്ച് എന്ന് പറഞ്ഞ ഒരു സ്വതന്ത്ര സഭയിൽ ശുശ്രൂഷകനായി, ഒരു ശുശ്രൂഷകന്റെ കീഴില് 2017 വരെ ശുശ്രൂഷിച്ചു. 2018 തൊട്ട് വീട്ടില് ഞങ്ങള് ആരാധന ആരംഭിച്ചു. സ്വതന്ത്രമായി. ജനിച്ചത് കത്തോലിക്ക സഭയില്, രക്ഷിക്കപ്പെട്ടത് CSI സഭയില്, സ്നാനപ്പെട്ടത് AG സഭയില്, ബൈബിൾ കോളേജിൽ പഠിച്ചത് IPC സഭയില്. ഇന്ന് സ്വതന്ത്രമായി ഞങ്ങൾ ഇവിടെ ശുശ്രൂഷ നടത്തുന്നു. അതിന് ദൈവം എന്നെ പഠിപ്പിച്ച ഒരു പാഠം, എല്ലാ സഭയിൽ നിന്നും, ഇന്ന് ഈ ലോകത്തിലുള്ള സഭകളെല്ലാം അതൊരു സംഘടനയാണ്. കർത്താവിന്റെ ശരീരമാകുന്ന ഒരു സഭ ഉണ്ട്. അത് എല്ലാ സഭകളിൽ നിന്നും വേർപെട്ട് സ്നാനപ്പെട്ട് എല്ലാ സഭകളിൽ നിന്നും ഉള്ള അംഗങ്ങൾ ആ സഭയ്ക്കകത്തുണ്ട്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്കകത്തുണ്ട്. ആ ഒരു ബോധ്യമാണ് ദൈവം എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സംഘടനാ വ്യത്യാസം കൂടാതെ എല്ലാ സഭകളിലും പ്രവർത്തിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഇന്ന് സഭാ വ്യത്യാസം കൂടാതെ എല്ലാവരെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ സ്നേഹിക്കുവാനും കരുതുവാനും, എവിടെ കൂട്ടായ്മയോ കൺവെൻഷനോ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം സഭാ വ്യത്യാസം കൂടാതെ കടന്നു പോകുവാൻ ദൈവം ഇടയാക്കുന്നു. ഇന്ന് ഒരു CSI ഭവനത്തിലെ എല്ലാ മാസത്തിലും വെള്ളിയാഴ്ച ഒരു ഭവന പ്രാർത്ഥന നടത്തുവാൻ ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നു. അതുപോലെ ഞങ്ങൾ ഭവനങ്ങൾ തോറും കടന്നു ചെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും കടന്നു ചെല്ലാത്ത മേഖലകളിൽ, ആരാലും ഉപേക്ഷിക്കപ്പെട്ട ഭവനങ്ങളിൽ കടന്നു പോകാൻ ദൈവം ഞങ്ങളെ അയക്കുന്നു. 6 വർഷമായി തളർന്നു കിടക്കുന്ന ഒരു സഹോദരി സന്ധിവാതം മൂലം തളർന്നു കിടക്കുകയാണ്. ആ ഭവനത്തിലെ ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും പ്രാർത്ഥന നടത്തുന്നു. ഇന്നലെ ആ ഭവനത്തിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. വേറൊരു ഭവനം ഹിന്ദുവിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതാണ്. അവിടെ അവരുടെ ദൈവദാസൻ കടന്നു ചെല്ലുന്നു, ഞങ്ങൾ കടന്നു ചെല്ലുന്നു. അവിടെയും ഞങ്ങൾ പ്രാർത്ഥന നടത്തുവാൻ ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നു. അതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ കടന്നു ചെല്ലുവാനും അവരെ ദൈവസ്നേഹത്തിലേക്ക് അയക്കുവാനും ദൈവം ഇടയാക്കുന്നു. കഴിഞ്ഞ ജനുവരി 5-ാം തീയതി ഞാനൊരു പരസ്യ മീറ്റിംഗ് നടത്തിയപ്പോൾ എൻ്റെ സാക്ഷ്യം ഞാൻ അവിടെ പറയുവാനിടയായി. അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു: ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നെങ്കിൽ കടന്നു വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. അങ്ങനെ ആ സാക്ഷ്യം കേട്ട ഒരു വീടിന്റെ ഒരു കോളനിയിലായിരുന്നു. ആ വീടിന്റെ വഴിയിൽ വെച്ചായിരുന്നു ഞങ്ങൾ പരസ്യ മീറ്റിംഗ് നടത്തിയത്. അത് കേട്ട് ഒരു സഹോദരൻ അടങ്ങി വന്നു. അവനെ വീണ്ടും സംസാരിക്കുവാനിടയായി. അന്നേരം അവൻ പറഞ്ഞ ഒരു വാക്ക്, അവൻ ആത്മഹത്യക്ക് ഒരുങ്ങി വീടിന്റെ കഴുക്കോലിൽ തൂങ്ങി മരിക്കുവാൻ തയ്യാറായിരിക്കുകയായിരുന്നു. 1 മിനിറ്റ് നിങ്ങൾ താമസിച്ചുവെങ്കിൽ എന്റെ മരണമായിരുന്നു. കാരണം അമ്മ മരുന്നിന് പോകുന്ന സമയം നോക്കി അമ്മയും മോനും മാത്രമേ വീട്ടിലുള്ളൂ.
ആ സമയം നോക്കി അവൻ ആത്മഹത്യയ്ക്ക് ഒരുങ്ങി. 33 വയസ്സ്, തികച്ചും മദ്യപാനിയാണ്. ആ ഭവനത്തിൽ വീണ്ടും ഞങ്ങൾ കടന്നു ചെല്ലുകയും ഒരു 3-4 പ്രാവശ്യം കൂടെ കടന്നു ചെല്ലുകയും അവനോട് സുവിശേഷം പറയുവാൻ ഇടയായി. 3-4 പ്രാവശ്യം ഇവിടെ ആരാധനയ്ക്ക് കടന്നു വരുവാൻ ഇടയായി. അവൻ മാതാവും ഇവിടെ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുവാൻ ഇടയായി. അവരെയും ഓർത്ത്, അവന്റെ പേര് സോനു എന്നാണ്. പൂർണ്ണമായിട്ട് അവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ആവശ്യപ്പെടുകയാണ്. അതുപോലെ അനേകരെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ദൈവം വിളിച്ച് വേർതിരിക്കാൻ ഞങ്ങളെ ഉപകരണമായി ഉപയോഗിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ഇനിയും ദൈവം തരുന്ന ആയുസ് എത്രയാണെങ്കിലും അത് കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ, കുടുംബമായി കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. എൻ്റെ സഹോദരങ്ങള് ഇനി 4 പേരുണ്ട്. 3 സഹോദരന്മാരും 1 സഹോദരിയും. അവരും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നിട്ടില്ല. എൻ്റെ ആഗ്രഹം അവരും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരണമെന്നാണ്. അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. അതോടൊപ്പം എൻ്റെ ഭാര്യയുടെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട്. ഭാര്യയ്ക്ക് അവർ 6 പെൺമക്കളാണ്. 4മത്തതാണ് ഭാര്യ. രണ്ടാമത്തെ സഹോദരി കന്യാസ്ത്രീയാണ്. പാലായിലും മുത്തോലി മഠത്തിലാണ്. TTS കോളേജിലെ പ്രിൻസിപ്പാളാണ്. സിസ്റ്റർ ആ മഠത്തിലെ മദറുമാണ്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരും 5 പേരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. മാതാവും രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങൾ മാത്രമേ രക്ഷിക്കപ്പെട്ടു. വലിയ ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ കുടുംബം. ഇരു കുടുംബങ്ങളിൽ നിന്നും ആരും തന്നെ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നിട്ടില്ല. അവരും എല്ലാവരും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുവാനും സ്നാനപ്പെടുവാനും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനും ഇടയാകേണ്ടതിന് ഓരോരുത്തരെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ഞങ്ങൾക്ക് ഈ അവസരം തന്ന ആരോഗ്യ ടിവിയോടുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരും ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി അല്പസമയം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി തിളങ്ങണം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ആരോമി ടിവിയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. സഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിലൂടെ വന്ന് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗത്താലോ കടഭാരത്താലോ മറ്റേതെങ്കിലും പ്രയാസത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അവരെ ഞങ്ങൾ ഈ നിമിഷം, ഈ പകൽക്കാലം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം ഉള്ളത്തിൽ അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കുമാറാണെന്ന്. ഒരു സ്വസ്ഥതയും ഇല്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഈ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മദ്യമാകുന്ന ഭൂതത്തിന്റെ പിടിയിൽ നിന്ന് അവരെയും വിടുവിക്കുവാൻ കർത്താവെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അടിയനെ വിടുവിച്ച ആ ദൈവ സ്നേഹം ഇവരെയും വിടുവിക്കുമാറാണെന്ന്. ഫറവോന്റെ പിടിയിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിച്ചതുപോലെ മദ്യമാവുന്ന ഭൂതത്തിന്റെ പിടിയിൽ നിന്ന് ഈ ജനത്തെ വിടുവിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥതയില്ലാത്ത വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവിക സമാധാനം അവിടുന്ന് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ, തീരാവ്യാധിയാൽ ഭാരപ്പെടുന്നുവെങ്കിൽ, അവിടുത്തെ ആടിപ്പിണരുകളാൽ കരം വെച്ച് അവിടുന്ന് വിടുവിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. അവിടുന്ന് സൗഖ്യമാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ സ്വർഗത്തിലെ കിളിവാതിലുകൾ തുറന്ന് അവരെ ഒന്ന് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ. ദേഹത്തിനും ദേഹിക്കും ആത്മാവിനും സമ്പൂർണ്ണ വിടുതൽ അവിടുന്ന് കൽപ്പിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെ ഓരോ വ്യക്തികളുടെയും നിയന്ത്രണം അവിടുന്ന് ഏറ്റെടുക്കുമാറാണ്. പരിശുദ്ധാത്മാവിനെ നിറച്ച് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഓരോരുത്തരും ആയിത്തീരുവാൻ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥന കേട്ടതിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. 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 താങ്ക് യു പ്രിയ ജെയിൻ തോമസ് ബ്രദർ. വളരെ
അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവീയ ഇടപെടലുകൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഈ അവസരം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ജെയിം ബ്രദറിന്റെ ജീവിതാനുഭവങ്ങൾ ശ്രദ്ധിച്ചു കേട്ടപ്പോൾ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ദൈവം മാറ്റി നിർത്തിയ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരുപാട് അനുഭവങ്ങളും സാഹചര്യങ്ങളുമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ പറഞ്ഞ സാക്ഷ്യത്തിന്റെ ഒരു ചെറിയൊരു അംശം പോലും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വ്യക്തികൾ എത്രയോ പേർ ഇന്ന് ഭൂമുഖത്ത് ഇല്ല. അവരൊക്കെ മരണം വഴിയായി മാറ്റപ്പെട്ടു പോയി. എന്നാൽ സങ്കീർണമായ ജീവിതാനുഭവങ്ങളിലൂടെ കയറി ഇറങ്ങിയിട്ടും ഇന്നും ജീവിച്ചിരിക്കുന്നു എങ്കിൽ അതിൻ്റെ പിന്നില് ഒരു മാനുഷികമായ കരമല്ല, ദൈവത്തിൻ്റെ കരം അനുകൂലമായി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതും ഒരു സാക്ഷ്യം പ്രസ്താവിപ്പാനും ഇടയായി തീർന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു വലിയ കുടുംബം, 10 മക്കളിൽ 10ാമനായിട്ടാണ് ജനിച്ച് ഈ ഭൂമിയിൽ ആയിത്തീരുവാൻ, വളർത്തപ്പെടുവാൻ കത്തോലിക്ക കുടുംബത്തിൽ ആ പാരമ്പര്യം അനുസരിച്ച് ഉള്ള വിശ്വാസ പ്രമാണം അനുസരിച്ചൊക്കെ ജീവിതം ഉണ്ടായിരുന്നുവെങ്കിലും വളരെ ചെറുപ്പം മുതൽ തന്നെ തികഞ്ഞ മദ്യപാനിയായ പിതാവ് 3ാമത്തെ വയസ്സ് മുതൽ ചാരായം പകർന്നു തന്ന് മക്കളെ കുടിക്കുവാൻ പ്രേരിപ്പിച്ചു, ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അത്രയേറെ സംഭവബഹുലമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ നേരിട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാലും ദൈവത്തിന്റെ മഹാകരുണയാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നു എന്ന് മാത്രം പറയാൻ കഴിയും. മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, പാപവഴികൾ, ആത്മഹത്യ പ്രേരണ, ആത്മഹത്യ ചെയ്യുവാനുള്ള ആ ഒരു സമ്മർദ്ദം, സാഹചര്യം, പിന്നെ പല വിധത്തിലുള്ളതായ ജീവിതത്തിലെ തകർച്ചയുടെ അനുഭവങ്ങൾ, ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇറങ്ങി പ്രവർത്തിച്ച ദൈവം എത്ര വലിയവനെന്ന് ആമേനെ മനസ്സിലാക്കുവാൻ കഴിയും. ആ വിടുവിച്ച ദൈവത്തിന് ഞാൻ മഹത്വം കരയേറ്റുന്നു. ദൈവത്തിന്റെ വലിയൊരു പദ്ധതിക്കായിട്ട് ദൈവം ഇന്ന് ആക്കി വെച്ചിരിക്കുന്നല്ലോ. പിശാച് പല നിലകളിലൂടെ ആ ജീവനെ ഭീഷണിയായി ആ കുടുംബത്തെ തകർത്ത് കളയുവാൻ ആക്രമിച്ചു. പല നിലകളിൽ 4 കോണിലൂടെ ഒരുപോലെ ആക്രമിച്ചു. എല്ലാ നിലകളിലും തകർത്ത് കളയുവാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ ആ കുടുംബത്തിൽ നിന്ന് ഇന്ന് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു വ്യക്തിയായി, കർത്താവിനെ സാക്ഷീകരിക്കുന്ന ഒരു വ്യക്തിയായി, കർത്താവിന്റെ പ്രതിപുരുഷനായി കർത്താവിന് വേണ്ടി ദൈവം ഇന്ന് ഉപയോഗിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. അസാധാരണമായ അനുഭവങ്ങൾ ജെയിം ബ്രദറിനെ ദൈവമാക്കി വച്ചിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആ കാര്യപരിപാടിയിൽ തുടർന്ന് മുന്നോട്ട് യാത്ര ചെയ്യുക അനേക പ്രിയപ്പെട്ടവർക്ക് ഒരു വിടുതലിന് കാരണമായി തീരും. ബ്രദറിന്റെ ജീവിതം, ബ്രദറിന്റെ സാക്ഷ്യം എന്നുള്ളതിന് 2 പക്ഷമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രസ്താവിപ്പാൻ സമയം വേർതിരിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവർക്ക് വിടുതലിന് കാരണമായി തീരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെയും കുടുംബത്തെയും ശുശ്രൂഷ മണ്ഡലങ്ങളെയും പ്രവർത്തന മേഖലകളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV ശ്രോതാക്കളെ, സമാന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എത്രയോ കുടുംബങ്ങൾ, എത്രയോ പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. മദ്യം എന്ന വിപത്ത്, ലഹരി, കഞ്ചാവ്, ആത്മഹത്യ, ഇതൊന്നും മനുഷ്യനെ നന്നാക്കുവാനല്ല, പകരം മനുഷ്യനെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി പിശാചൊരുക്കുന്ന ഓരോ കെണികൾ മാത്രമാണ്.
അറിഞ്ഞോ അറിയാതെയോ എത്രയോ കുടുംബങ്ങൾ, എത്രയോ കുഞ്ഞുങ്ങൾ അതിലകപ്പെട്ട് ഇന്ന് നാശത്തിലേക്ക്, ആ വിപത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മദ്യം എന്ന് പറയുന്ന ഈ വിപത്തിൽ ഒരാൾ കുടുങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് സ്വതന്ത്രമാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ദൈവത്തിന് ആ വ്യക്തികളെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ കഴിയും. പ്രിയ ജെയിൻ ബ്രദറിന്റെ സാക്ഷി നമ്മൾ കേട്ട് കഴിഞ്ഞു. ആ സഹോദരന്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചപ്പോൾ, ദൈവത്തിന്റെ വചനം പ്രവർത്തിച്ചപ്പോൾ അവരെ വിടുവിക്കപ്പെടുവാൻ ഇടയായി തീർന്നതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ കുടുംബങ്ങൾ, അവരുടെ തലമുറകൾ വിടുവിക്കപ്പെടുവാൻ ഈ സാക്ഷ്യം പ്രസ്താവിച്ച പ്രിയ ജെയിൻ ബ്രദറിനെ പോലെ അവരുടെയും ജീവിതത്തിൽ ഒരു സാക്ഷ്യം ഉണ്ടാകുവാൻ, മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ അങ്ങനെയുള്ള ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക്, മറ്റുള്ള സ്നേഹിതർക്കൊക്കെ ഈ സാക്ഷ്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതല്ല പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറുപടി തരികയും ചെയ്യുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.